ഡേ 3 മോർണിംഗ് മുഖമൊക്കെ കഴുകി ഗ്ലാസും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് is yummy. നമ്മളെല്ലാവരും ഈ കോലത്തിൽ ഇപ്പൊ എവിടെ പോവാണ്? അല്ല, സ്നോർക്ലിംഗ് ചെയ്യാൻ. ശരൺ നമ്മളവിടെ പോ. സാറ്റുണ കേവിലും സ്നോർക്ലിംഗിലും അല്ലേ? വെള്ളത്തിൽ ഫൈനലി ലഘുവായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് അതോട്ട് കളിയില്ല. നമ്മൾ പോവുകയാണ്. പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു. നല്ല വെയില. ജോസഫാണ് ഓടിയത്. എവിടെ? താങ്ക് യു. ഗ്രാസിയസ്. Hello. How are you, Joseph? Joseph ഒരു നീറ്റ് വിസ്കീഡ് അടിച്ചു. എന്നെ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗാന്ധി വിസ്കി. സോ നമ്മൾ ഇപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് കോറൽ റീഫിലാണ്. പലായ കോറൽ റീഫിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്നോർക്ലിംഗ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടൂർ ഗൈഡ് ആട്ടോ, ഒരു അടിപൊളി മനുഷ്യൻ. നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് എന്താ പറയുക, ഒരു രീതിയിലും സ്കാം ചെയ്യാതെ, നമ്മൾ ടൂറിസ്റ്റാണ്, നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നവരാണ്, നമുക്ക് വലിയ തിട്ടൊന്നുമില്ല ഒരു കാര്യത്തിലെന്നൊക്കെ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പണ്ട് സ്നോർക്ലിംഗ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോറൽ റീഫിലൊന്നും അല്ല ചെയ്തത്. ഇത് ഓഷ്യനാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. ഞങ്ങൾ വന്നേക്കുവാണ്. ഇത് നമ്മുടെ സ്നോർക്ലിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ചിരിച്ചോണ്ട് ഗാന്ധി അതെന്താ സംബന്ധിച്ചത്, ഞങ്ങളിപ്പോ എവിടെ പോയാലും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഷാരോണിനെ ഗാന്ധി എന്ന് വിളിക്കുക. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് കാണുന്നതിന് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് അറിയത്തില്ല, എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ. ഓക്കെ, വാട്ടെവർ. എന്തായാലും ഞങ്ങള് പോവാൻ പോവാണ്. എല്ലാവർക്കും ചെറിയ ടെൻഷനുണ്ട്. മൊത്തത്തിൽ സ്വിമ്മിംഗ് ഒന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരും അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല സ്വിമ്മിങ്ങിൽ. സോ ഈ മനുഷ്യനാണ് നമ്മളെ ഫുള്ള് വലിച്ചോണ്ട് കൊണ്ടുപോയത്. നമുക്ക് ജസ്റ്റ് സ്വിമ്മിങ് പാഡും ഒരു ജാക്കറ്റും പിന്നെ സ്നോർക്ലിംഗ് എക്യുപ്മെൻറ്റും മാത്രമുള്ളായിരുന്നു. വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, ബട്ട് സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഇസ്. ഇത് ലൈഫിൽ എന്തായാലും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ നല്ല പേടിയൊക്കെ തോന്നുന്നത്. കാരണം ഈ മീനുകൾ ഇത്ര അടുത്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ഇതൊന്ന് കൊത്തുമൊക്കെ അടിക്കുമെന്നൊക്കെ. ഒന്നും ചെയ്യൂല കേട്ടോ. ഷാരോണ്ട് ഒച്ച കേൾക്കാനില്ല. ഞാനാണെങ്കിൽ എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. സംതിങ് സ്കെയറി ഹാപ്പനിങ്. കാരണം നമ്മൾ ഭയങ്കര ഡീപ്പിലേക്ക് വന്നു, ഭയങ്കര ദൂരത്തേക്ക് വന്നു. ഈ നീല മീനൊക്കെ ഉണ്ടോ, അതുണ്ടല്ലോ, ഈ വീഡിയോ അതിന് ജസ്റ്റിസ് ചെയ്യുന്നില്ല. റിയലി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ മടുത്തിട്ട് ഞാൻ ജസ്റ്റ് തലയൊന്ന് പൊക്കി നോക്കിയപ്പം ലാൻഡ് കാണാനില്ല. ഇറ്റ് സ്കേർഡ് മീ എ ലോട്ട്. പക്ഷെ നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇനിയും ഒരുപാട് ഉള്ളിലേക്ക് പോകായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മൾ മടുത്തു. അത്ര നമ്മൾ മടുത്തു. പിന്നെ എനിക്ക് പേടിയായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. ഷാരോൺ അനക്കം പോലില്ലെന്ന്. ചിടിയാണ് ഭയങ്കര എക്സൈറ്റഡ് ഇനിയും ഡീപ്പായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ലെറ്റ്സ് ഗോ. പിന്നെ ഇവിടുത്തെ വാട്ടർ ഭയങ്കര സോൾട്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്യുപ്മെൻറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അത് വായിൽ, മൂക്കിൽ, കണ്ണിൽ എല്ലായിടത്തും പോകുമായിരുന്നു കേട്ടോ. പക്ഷേ
this is something you have to experience in life one time at least. It's so beautiful, so beautiful. നിന്റെ കൂടെ എടുക്കണേ, കളി കഴിയും. നമ്മൾ ഫുള്ള് സോൾട്ട് വാട്ടറിലാണല്ലോ കിടന്നത്. അപ്പോൾ ആ തിരിച്ച് വന്നിട്ട് നമ്മളൊന്ന് ക്ലീൻ ആവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഡപ്പയിൽ ഇങ്ങനെ ഓട്ട ഇട്ടിട്ട് അതിലൂടെ വെള്ളം ഒഴിച്ചു തരുവാണ്. നമ്മളൊന്ന് ജസ്റ്റ് ക്വിക്ക് ഷവറിന് വേണ്ടിയിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ജോസഫ്, how was it? എന്നാലും സ്നോർക്ലിംഗ് ചെയ്തിട്ട് വന്നിരിക്കാം. സത്യം പറയട്ടെ, the scariest deepest shit I've done in my life. ഞാൻ സ്നോർക്ലിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേടിച്ചു. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. വീഡിയോ കിട്ടിയോന്ന് ആർക്കെങ്കിലും. നമ്മൾ ഇവിടുന്ന് അങ്ങ് പോയി കുറേ ഡീപ്പ് പോയി കഴിഞ്ഞപ്പം സീയുടെ നടുവിന് ഒരു കോറൽ ലീഫ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റീഫ് കഴിഞ്ഞ് നടുവിനൊരു വെട്ട്, അതിൻ്റെ അടി ബ്ലൂ കളറ്, നിലവില്ല. എൻ്റെ കിളി പറന്നുപോയി. പിന്നെ എനിക്ക് ആൻസൈറ്റി ആണോ പാനിക് അറ്റാക്ക് ആണോ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് തല പൊക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് കരയില്ല. അതായത് എനിക്കറിയത്തില്ല എപ്പട്ടം വരെ പോയെന്ന്. സ്കേറിയസ്റ്റ് പക്ഷെ അത്രയും പോളിയെന്ന് പറഞ്ഞാൽ മീൻ എൻ്റെ ദേഹത്തോട് ഒഴിക്കുക മീൻ പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ. അയ്യോ, പക്ഷെ ഭയങ്കര ടയർഡായി. നമ്മളൊരു 45 minutes 1 hour അതിൻ്റെ അകത്തായിരുന്നു. ഇതെന്റെ മാലാഖ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു ശരിക്കും. ആക്ച്വലി ഈ റീഫ് പകുതി നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടാൽ അറിയുമെന്ന് അറിയത്തില്ല. റീഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് ഭയങ്കര ഡെപ്താണ്. ആ ഡെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ചവിട്ടാനൊരു സ്ഥലവും ഇല്ല. അവിടെയാണ് കയ്യിൽ പോകുന്നല്ലേ? ഇതാണോ നിന്റെ സ്കേറിയസ്റ്റ് ഷിറ്റ് നീ ഇതുവരെ ചെയ്തേക്കല്? ഇല്ല, നിന്റെ ലൈഫിൽ ഏറ്റവും സ്കേറിയസ്റ്റ് ഷിറ്റ് ഇതായിരുന്നോ? അല്ല, നീ ഇതിൽ സ്കേറിയായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ആക്ടിവിറ്റി ആണ് ഉദ്ദേശിച്ചത്, ലൈഫിന്റെ സെനാരിയോസ് അല്ലേ ഉദ്ദേശിച്ചത്? ഓ അല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഓ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും പേടി വെള്ളം എനിക്ക് പേടിയല്ല, പക്ഷെ ഡെപ്തിലോട്ടൊക്കെ പോകുമ്പോ എന്റെ ഏറ്റവും സ്കേറിയസ്റ്റ് തിങ് വെള്ളമാണ്. ഓ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ മീൻ. ഫിഷ് മൂപ്പ് ചെയ്തു. ഞാൻ വിചാരിച്ച ഫിഷ് എന്റെ നെഞ്ചത്ത് അകത്തായിരിക്കുന്നത്. ജോസഫിന്റെ കിളി മാറി. ജോസഫൊക്കെ മിണ്ടുന്നില്ല. ഇപ്പൊ ടൈം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് സറ്റൂണ കേവിലേക്കാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ അടുത്ത ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത് സറ്റൂണ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിനെന്തായാലും ഹിസ്റ്ററി കാണും, പക്ഷെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് അട്രാക്ഷനാണ്. മറ്റേ It's a national bird from Cuba. കണ്ടു Blue, ഓറഞ്ച്, blue, white, and red. ഇതിനകത്തൊന്നും വന്നില്ല. ഇതെവിടെ വെച്ചേ? So, normal in couple. See?
നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ ആണോ? ഇന്ത്യ അല്ല, ക്യൂബ. എന്റെ കണ്ണാടി എവിടെ വെച്ചേ? അതിന്റെ അകത്താ ചേട്ടെ. എവിടെ? Saturno cave, they have around 100,000 years. 1000 years? Yeah, it's not older than Cuba. This cave make it the ocean. It's not a normal cave like another place for sediment. Everything you see around you here, it's coral, is fossil from the coral. You know? For this reason, this is the dead cave. Okay? That cave? Dead cave. I show you what. It's different. In Matanzas City, we have the Bella Mar cave. It's a paradise in the ground. Fantastic place. But I like it because it's 80 meters in the ground. Hey Meta. Hey Meta. Start recording. Say hi. Recording. Hi. Yeah, let's go. അങ്ങനോട് പറഞ്ഞു. So it's a dead cave because if you see here, it's a rock, it's a stone. So no have a space, the water stop in the rain, the water stop and liquid continue. No, in Bella Mar is different because it's 80 meters on the ground. After big space, the water and the rain stop and liquid continue. Okay. So the stalactite and the stalagmite is like a crystal. It's very nice. So normally the process you see, if you see, it's complete. Normally the idea is the stalactite meet with the stalagmite, you know. But this process is for 1,000 years. But in this case, it's more slow and the normal. Why? Because when the rain, the water go down too fast. So the water you see there is the river in the ground, make this natural pool of fresh water when they go swimming. Okay? In Cuba we have the two groups, the Indian Aborigine. We don't have Aborigine original from Cuba, it's from immigration too. So we have the big group, and the more important is the Taínos, they're from Mexico, Guatemala, Belize. This group make a house, cook, farm, make the ceramic. So very advanced group. But we have other group, not that advanced, from Venezuela, Guyana, the north of Brazil. So this group come from my city, from Santiago de Cuba, for the southern island. This group is not that advanced. Always live in cave like this, close to the river, close to the sea. I have a rustic instrument for fishing and hunting. 120 years ago, he found the resident Indian Aborigine from this area. Okay? And Cuba was having 3 wars for independence for Spain. But in the last war in 1895, in the only war, the Cuban party advanced all the island and almost win the war. But the problem is the USA invading Cuba from my city, from Santiago de Cuba in 1898. സോ ഇതാണ് സറ്റുന കേവ്. ഇത് മാസീവ് മിനറൽസിൻ്റെ കേവാണ്. അതിൻ്റെ വാട്ടർ എന്ന് പറയുന്നത് ക്യാമറയിൽ കിട്ടൂല, അത് നേരിട്ട് നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കാണണം. ഭയങ്കര ഷാലോ ക്ലീൻ ബ്ലൂ വാട്ടറാണ്, ഭയങ്കര ഡാർക്കാണ് ആക്ച്വലി. ഇതിനെ ഡെഡ് കേവ് എന്ന് പറയുന്നതെന്നാണ് ആള് പറഞ്ഞത്. ബിക്കോസ് നത്തിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ജീവികളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും ഇല്ല. മൊത്തം മിനറൽസ് ആണ്. 22 മീറ്റർ ലോങ് ആണ്. എഗെയിൻ ഇവിടെ എല്ലാവരും സ്വിം ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് ആസ്. ഞങ്ങൾ സ്വിം ചെയ്തു, ബട്ട് വിത്ത് ലൈഫ് ജാക്കറ്റ്. ബിക്കോസ് അടിയിലോട്ട് നോക്കുമ്പോൾ ഇറ്റ് ലുക്ക് സോ സ്കേറി. ബട്ട് സ്റ്റിൽ വി മാനേജ് ടു സ്വിം ആക്ച്വലി വിത്ത് എ ലൈഫ് ജാക്കറ്റ്. പുള്ളി പണ്ട് കൊഞ്ചായിരിക്കുമ്പോ ഇവിടെ ടിപ്പ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്ന അറിയാം, കാണുമ്പോ മണ്ടാശയില്ലേ, അവിടെ വരെ വലിഞ്ഞു കയറിയിട്ട് അവിടെ നിന്ന് ചാടുമായിരുന്നു. പിന്നെ നിങ്ങളുടെ മണ്ടയ്ക്ക് അതുപോലെ അതിന്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ അകത്ത് ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ വേറെ ലെവൽ സംഭവമാണ്, വേറെ ലെവൽ. ഇത് ഇതിനെ ഡെഡ് കേവ് എന്ന് പറയും. ഇതിൻ്റെ അടി ശരിക്കും എനിക്ക് പ്രേതമല്ല, ഭയങ്കര സ്കെയറി. എനിക്ക് നമുക്ക് നീന്തൽ അറിയാത്തോണ്ടായിരിക്കും ഇടി. പ്രോബബ്ലി നീന്തൽ അറിയാമെങ്കിൽ ശരിയാ, നീന്തൽ അറിയാവുന്ന കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പേടി തോന്നത്തില്ല. എന്നാലും നമുക്ക് നോർമലി നമ്മൾ കാണാത്തൊരു സാധനം ആയതുകൊണ്ട് അല്ലേ. പക്ഷെ
ഇവിടെ രസമാണ് കേട്ടോ, എല്ലാം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യും. ന്യൂ തിങ്സ് ആണ്, ന്യൂ ഷിറ്റ്സ്. വെയില് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്കെല്ലാം. പക്ഷെ ഇതൊക്കെ ഭയങ്കര റയർ തിങ്സ് അല്ലേ? ഇങ്ങനെയൊക്കെ പോയാലും നമ്മൾ ഇതൊക്കെ നടക്കും. ക്യൂബയിൽ വന്ന് നമ്മുടെ കൂടെയുള്ള ആളോ വൺ പുളിയാണ്. അത് ഞങ്ങളുടെ ഗൈഡ്. ആ പുള്ളിയുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും എല്ലായിടത്തും പോസ്റ്റ് ചെയ്യും. ബിക്കോസ് പുള്ളി അടിപൊളിയാണ്. പണ്ടൊക്കെ കയറിയിട്ട് ചാടുമായിരുന്നു. ജെന്യുവിൻ പേഴ്സണാ പുള്ളിയെ. എല്ലാം പറയും, ഒന്നും ഗേറ്റ് കീപ്പ് ചെയ്യത്തില്ല. നല്ല രസമാണ്, നല്ല മനുഷ്യനാണ്. നമ്മൾ കേവിലൊക്കെ പോയി വന്ന് റെഡി ആയിട്ട് നമ്മളിപ്പോ എവിടെ പോവാണ്? നമ്മളെവിടെ പോവാണ് ഗൈസ്? ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ഇന്ന് ഞങ്ങളുടെ സെഷൻ അതാണ്. അതിന് പോകണം. നമ്മൾ എക്സ്ട്രീംലി ടയർഡാണ്, ബട്ട് സ്റ്റിൽ സൺസെറ്റ് കാണണം, കുറച്ച് നല്ല പിക്സ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് വന്നേക്കാണ്. ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സമയമാണ് സൺസെറ്റിന്. ഇത് കഴിഞ്ഞ് നേരെ ഡിന്നറിന് പോകും. ബട്ട് ഐ ടെൽ യു, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ ഞങ്ങൾ ഒരിക്കലും ഫുഡ് അടിപൊളി ആർക്കും എന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്ത് വന്നതല്ല. പക്ഷെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫ്രഷ് തിങ്സ് കഴിച്ചത്. അതായത് മീന്, മീറ്റ്, വെജിറ്റബിൾസ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ ഗുഡ് തിങ്സും ഞങ്ങളിവിടെ കഴിച്ചു. ഇത് ഇവിടുത്തെ സെൻറ്റർ പൂളാണ് കേട്ടോ. രാത്രിയിൽ നല്ല ഭംഗിയാണ്. ഇവിടെ സെൻറ്ററിൽ തന്നെ ഒരു ബാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് രാവിലെ വോളിബോൾ, ബാസ്കറ്റ് ബോൾ, കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ അതേ ടേബിൾ ടെന്നീസ്. ഞങ്ങളൊരു ക്യൂബൻ പേഴ്സണായിട്ടാണ് ഷാരോൺ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് വി ആർ ഗോയിങ് ടു ബെഡ് ഏർലി ടുഡേ ബിക്കോസ് വി ആർ റിയലി ടയർഡ്. നാളെ നമുക്ക് ഏർലി മോർണിംഗ് ഗെറ്റപ്പ് ചെയ്ത് വേറെ ട്രിപ്പിന് പോകാനുള്ളതാണ്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.